ഇവൻ അങ്ങനെ ആ പോലീസുകാരന്റെ കൂടെ കാറിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോ അയാള് അവൻ എങ്ങനെയാ തന്റെ ജീവൻ രക്ഷിച്ചെന്ന് മോളെ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോ കാറിൽ അവള് പോകുന്നത് കണ്ടു. അവള് നേരെ പോയത് കാമുകനുള്ള ഹോട്ടലിലേക്കായിരുന്നു. എത്ര വാശി പിടിച്ചിട്ടും കാമുകനെ കാണാൻ ഹോട്ടലിലുള്ള ആൾക്കാർ സമ്മതിച്ചില്ല. പൈസ എത്ര വേണമെങ്കിലും തരാം, എനിക്കൊന്ന് അവനെ കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കൂടി അവരുടെ ഉത്തരം നോ എന്നായിരുന്നു. അങ്ങനെ അവൾ വിഷമിച്ച് ആ സോഫയിൽ ഇരുന്നപ്പോ ഒരുത്തൻ ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. അവൻ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് വശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ വേറൊരു വിഷമം കിടക്കുന്നുണ്ട്, അതിന് സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോ തന്റെ കാമുകൻ വേറൊരു പെണ്ണുമായിട്ട് ഡിങ്കോൾഫി കാണിച്ച് ലിഫ്റ്റ് കൂടെ വരുന്നത് കണ്ടപ്പോ ഇവള് ബോധം കിട്ട താഴെ വീണു. അപ്പോഴത്തേക്കും നമ്മുടെ കള്ളൻ ആ ഹോട്ടലിലേക്ക് എത്തി. അവളെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരുന്നവൻ ഇവന്റെ പരിചയക്കാരനായിരുന്നു. കവിള് രണ്ട് തട്ടുകെട്ടിട്ട് എണീക്കാത്തത് കൊണ്ട് അവൻ വലിച്ചൊരു അടിയിടിച്ചു. ബോധം വന്നപ്പോ പാസ്പോർട്ടും പൈസയൊക്കെ വെച്ചിരുന്ന അവളുടെ ബാഗ് കാണാനില്ല. അവിടേക്ക് തപ്പി നോക്കിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആ ഹോട്ടലിലെ മാനേജർ കയറി വന്നു. സേഫ്റ്റിയുടെ കാര്യമൊക്കെ ചോദിച്ച് ഈ കള്ളൻ അയാളോട് ചൂടായി. എടി ഒഴിമ്പട്ടവളെ, നീ എവിടെയാണ് ആ ബാഗ് കൊണ്ട് കളഞ്ഞെന്ന് ചോദിച്ചു അവളോടും ചൂടായി. എന്റെ ബാഗ് പോയാ തനിക്ക് എന്താന്ന് അവൾ തിരിച്ചു ചോദിച്ചു. ബാഗ് പോയതിൽ അവളെക്കാളും വിഷമമായിരുന്നു അവന്.